നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ചെറുവായും വിട്ടും കൊടുത്തോക്ക്, അന്നേരമായിട്ടുകൾ വലിച്ചെറിഞ്ഞാളിയും. ശരിയാണോ? ഷവർമ്മ കൊടുത്തോക്ക്, അന്താൻ വിട്ടായിട്ടുകൾ തിന്നും. ലേസ് എന്ന് പറയുന്ന സാധനം എത്ര കൊടുത്താലും തിന്നും. കുറുകുറെ മുറുകുറെ കുരുകുര അങ്ങനെ കുറേ സാധനം ബബിൾഗ തിന്ന് മരിക്കുവീച്ചുകൾ. എന്നാ നിങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും എനിക്കും ഞാനാകുന്ന രക്ഷകർത്താവിനും ബോധ്യമുണ്ടോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വയറിന് ക്യാൻസർ ഉള്ളതെന്ന്, മലദ്വാര ക്യാൻസർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന്? ഒഞ്ചിയത്ത് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെയാ വന്നേന്നറിയാമോ? ഇത്തരം ഫുഡ് കഴിച്ചിട്ടാവലും വന്നേ. എന്നാലും നമ്മൾ പറയും എൻ്റെ ബാപ്പ എനിക്ക് വാങ്ങി തരാത്തോണ്ട് ഞാൻ കൊടുക്കും, ഷവർമ്മ തിന്നും. ഇനി ഒരു ദിവസം ഷവർമ്മ തിന്നുന്നതോ ഒരു ദിവസം കുറുകുറ തിന്നുന്നതോ ഒരു ദിവസം ബബിൾഗം തിന്നുന്നതല്ല വിഷയം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തിന്നുമ്പോൾ കുട്ടികൾ നശിച്ചു പോകുന്നുണ്ട് എന്നുള്ള ബോധം ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് ആദ്യം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്കും അത് അറിയുകയില്ല. ശരിയാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ തിന്നുവാൻ പോലും പഠിപ്പിക്കാത്ത പാഠപുസ്തകങ്ങളുള്ള നാടായത്. അപ്പൊ നമ്മളെ വിദ്യാഭ്യാസത്തിന് എന്തെല്ലോ പരാജയമില്ലേ? അപ്പൊ നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിനെ കുറിച്ചെങ്കിലും പാഠത്തിൽ പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അതുകൊണ്ട് ഇന്നു മുതൽ സൂക്ഷിച്ചോ, ഈ സാധനം എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞ നിയമം ഇന്ത്യൻ സൈബർ നിയമമാണ്.